ഇപ്പോൾ നോക്ക്, ലോകത്തിൽ എവിടെയെങ്കിലും ക്രൈസ്തവ സഭ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ തന്നെ കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗോവയിലെ സഭ ഗോവ തെരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നാഗാലാൻഡ്, മേഘാലയ 99% ക്രിസ്ത്യാനികളാണ്. അവിടെ എന്തെങ്കിലും ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? അവരാകെ ഒരു ഡിമാൻഡ്, തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് വെച്ച ഒരു ഡിമാൻഡ് ഞാൻ കേട്ടിട്ടുള്ളത്, ഞായറാഴ്ച പോളിംഗ് വയ്ക്കരുത്. ഇതായിരുന്നു. ഒരിക്കൽ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഫേസ് വൈസ് ആണല്ലോ ഇലക്ഷൻ, അങ്ങനെ തള്ളി വന്നു കഴിഞ്ഞപ്പോൾ നാഗാലാൻഡിൽ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ്. ആ പള്ളിയിലച്ചന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇത് എന്ത് പരിപാടിയാണ് ഞായറാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇവരൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ശേഷനും മുമ്പുണ്ടായിരുന്ന ആളെ മറ്റും, അവരാദ്യം ഈ ടഫ് സ്റ്റാൻഡ് എടുത്തു. നിങ്ങൾ രാവിലെ പള്ളിയിൽ പൊക്കൊന്ന്, അത് കഴിഞ്ഞിട്ട് വന്ന് വോട്ട് ചെയ്താൽ മതി. എന്ത് ഇത്ര വലിയ ധൃതി? ഞങ്ങൾ വൈകുന്നേരം 6 മണി വരെ കട തുറന്ന് വെച്ചിരിക്കുക, എപ്പോഴേലും വന്നാൽ മതി. അവർ സമ്മതിച്ചില്ല. അങ്ങനെയല്ല, ഞായറാഴ്ച കടമുള്ള ദിവസമാണ്, അതിനൊരു റിലീജിയസ് പ്രാധാന്യമുണ്ട്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മാറ്റി. ഇതാണ് അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു വസ്തുത. അതല്ലാതെ അവർ ആക്ച്വൽ തിരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം പിടിക്കുന്നത് ഇതിലൊന്നും അവരാരും ഒന്നും പറയാറില്ല, ചെയ്യാറുമില്ല, അവിടെയൊന്നും വിവാദവുമില്ല. ഇവിടെയാണ് ഈ സാധനം വിമോചന സമരത്തിൽ അന്ന് ഒരു പക്ഷേ അത് ന്യായമാണ് എന്നും കൂടെ ഞാൻ സമ്മതിച്ചു കൊടുക്കാം. ഞാൻ തീരെ കൊച്ചുകുട്ടിയായിരുന്നെങ്കിലും വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡൈനാമിക്സ് അറിയാം, എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ. പക്ഷേ അത് പിന്നീട് ഒരു ട്രെൻഡായിട്ട് സഭ കൊണ്ടുവരികയും രാഷ്ട്രീയ പാർട്ടികളുടെ അവരെ താളത്തിന് തുള്ളാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും സഭ ഈ ഏർപ്പാട് നിർത്തിവെക്കണം. ഇപ്പോഴേ പോപ്പ് യുദ്ധം നിർത്ത് എന്ന് പറഞ്ഞതിന് ട്രംപ് തട്ടിക്കയറുകയുണ്ടോ? അത് ശരിയുമാണ്. കാരണം ഇവരുടെ ഈ ക്രൈസ്തവ സഭയുടെ രാഷ്ട്രീയത്തിലുള്ള ഇടപെടലുകളിൽ വലിയ പ്രതിഷേധവും പ്രശ്നവും ഉണ്ടായിട്ടാണ് സെക്യുലറിസം എന്നുള്ള വാക്കുണ്ടാകുന്നത്. സെക്യുലറിസം എന്നുള്ള വാക്കിൻ്റെ ഉത്ഭവം നോക്കിക്കോ. ക്രൈസ്തവ സഭയും ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിന്നാണ് പള്ളി വേറെ ഭരണം വേറെ എന്നുള്ള ഫോർമുലയിൽ യൂറോപ്യന്മാർ എത്തുന്നത്. അതിൻ്റെ പേരാണ് സെക്യുലറിസം. അങ്ങനെ 110 ഏക്കർ സ്ഥലം വത്തിക്കാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാരണവരിവിടെ ഇരുന്നോളണം. മനസ്സിലായല്ല? വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. കാരണവരും പറഞ്ഞു ശരിയാണ്. എന്തൊക്കെ ആശയമൊക്കെ അടുത്തൂണൊക്കെ ഫിക്സ് ചെയ്ത് മാസം തോറും ഇത്ര രൂപ കൊടുക്കാമെന്നോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് രണ്ടും രണ്ട് പാത്രമാക്കുന്നത്. ഇതൊന്നും ഇവിടെ ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് കേരള കോൺഗ്രസ്സാണ്, അതിൽ തന്നെ മാണി ഗ്രൂപ്പിൻ്റെ മെത്രാന്മാരുണ്ട്, ജോസഫ് ഗ്രൂപ്പിൻ്റെ ഉണ്ട്, LDFൻ്റെ ഉണ്ട്, ജനതാദളിൻ്റെ വികാരിയുണ്ട്, എല്ലാ പാർട്ടിയിലും അവർക്ക് ആളുണ്ട്, വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. ഇപ്പോൾ അതെല്ലാം കൂടെ വഷളായിരിക്കുന്നു.